നമസ്കാരം. ശബരിമല വീണ്ടും പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോഴും ഒരു സംശയം ഗൗരവമായി നിൽക്കുന്നുണ്ട്. ഇന്നലെ ഒരു ശബരിമലയിലെ മുൻ വിജിലൻസ് കമ്മീഷണറായിട്ടുള്ള ഒരു IPSലുള്ള ഒരാൾ, റിട്ടയർഡാണ് അദ്ദേഹം, റിട്ടയർഡാണെന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹം ജനം TV വന്ന് കുറേ അഭിപ്രായങ്ങൾ പറഞ്ഞു. അതുപോലെ രാധാകൃഷ്ണൻ, ഡെപ്യൂട്ടി കമ്മീഷണർ രാധാകൃഷ്ണൻ, അദ്ദേഹവും അഭിപ്രായം പറഞ്ഞു. ഞാൻ ഇവരെയൊക്കെ പേര് പറയുന്നത്, ഇവരെല്ലാം ശബരിമലയിൽ ഇരിക്കുകയും ശബരിമലയെ അടുത്ത് കാണുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ അടുത്ത് കണ്ടിട്ടുള്ളവരല്ല, നമ്മൾ ദൂരെ നിന്ന് കാണുകയും പഠിക്കുകയും ചെയ്യുന്നവർ മാത്രമാണ്. പക്ഷെ അടുത്ത് കണ്ട് കൂടെ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളവർ പറയുന്നത് കേൾക്കുമ്പോൾ കിട്ടിയത് എത്രയോ ചെറുതാണ്, കിട്ടാനുള്ളതാണ് വളരെ കൂടുതൽ. ഒരു ക്ഷേത്രത്തിൽ അയ്യൻ്റെ ആയാലും മറ്റൊരു ക്ഷേത്രമായാലും ഇത്രമാത്രം സ്വത്ത് വരുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെ സ്വത്തടിച്ച് മാറ്റുന്നത് ഒരു ക്രൂരമാണ്, വളരെ സങ്കടകരമാണ്. ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് SIT വഴിയായാലും അന്വേഷണ ഏജൻസികൾ വഴിയായാലും അന്വേഷണ ഉദ്യോഗസ്ഥർ വഴിയായാലും ഒരുപാട് സംശയങ്ങൾക്ക് ഇടം കൊടുക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. തന്ത്രിയെ അറസ്റ്റ് ചെയ്തു, തന്ത്രി ഹോസ്പിറ്റലിൽ പോയി, ജയിലിൽ പോയി. അവിടെ വെച്ച് അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം വന്നു. ഇതിങ്ങനെ പലർക്കും ഇങ്ങനെ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ പിടിക്കുമ്പോൾ അവർക്ക് ദേഹാസ്വാസ്ഥ്യമൊക്കെ വരാറുണ്ട്. കാരണം അവർ മനഃപൂർവ്വമാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം അവരിത് പ്രതീക്ഷിക്കുന്നില്ല. സമൂഹത്തിൻ്റെ ഏറ്റവും ഉന്നതമായ രീതിയിൽ എല്ലാ സുഖ സൗകര്യങ്ങളോടുകൂടി കഴിയുന്നവർ ഒരു ദിവസം ജയിലിൽ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് അസ്വസ്ഥത വരും. മാനസികമായ ചിന്തയിൽ നിന്ന് അസ്വസ്ഥത വരും. അല്ലെങ്കിൽ ചില ആളുകൾ അഭിനയിക്കുകയും ചെയ്യും. ഇതിപ്പോൾ അഭിനയമൊന്നും നമ്മൾ പറയുന്നില്ല. കാരണം ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരാളിൻ്റെ ECG വേരിയേഷൻ വന്നതും മറ്റു കാര്യങ്ങളൊക്കെ അഭിനയത്തിലൂടെ വന്നതാണെന്നൊന്നും പറയാനുള്ള അല്പജ്ഞാനമൊന്നുമല്ല നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറയുന്നില്ല. പക്ഷേ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. തന്ത്രിയിൽ ഇത് ഒതുങ്ങുമോ? എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്. സംഘപരിവാറുകാരും BJPക്കാരും ഹിന്ദു സംഘടനകളും സ്വതന്ത്രരും യുക്തിപൂർവ്വം ചിന്തിക്കുന്നവരെല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇത് തന്ത്രിയിൽ കുരുങ്ങി, തന്ത്രിയിൽ തുടങ്ങി. നേരത്തെ ചോദിച്ചൊരു ചോദ്യമുണ്ടായിരുന്നു, ഉണ്ണികൃഷ്ണനിൽ തുടങ്ങി ഉണ്ണികൃഷ്ണനിൽ അവസാനിക്കുമോ? അത് കഴിഞ്ഞ് അടുത്ത മുരാരി ബാബു വന്നപ്പോൾ അതേ ചോദ്യം ചോദിച്ചു. ഓരോരുത്തർ വന്നപ്പോഴും ഇതേ ചോദ്യം നമ്മൾ ചോദിക്കുകയാണ്. നമ്മളിപ്പോൾ SIT അവിശ്വസിക്കുന്നില്ല. SITക്ക് ആവശ്യത്തിന് സമയം കൊടുത്തിട്ടുണ്ട്, അവർ അവിശ്വസിക്കുന്നില്ല. പക്ഷേ കേരളത്തിൻ്റെ ഒരു ക്രിമിനൽ കേസുകളുടെ, മോഷണ കേസായാലും ക്രിമിനൽ കേസായാലും അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ വളരെ കൃത്യമായ ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ഇതിനകത്ത് വന്നു പോയാൽ തന്ത്രിയിൽ നിൽക്കുമോ ഈ കാര്യങ്ങൾ? മന്ത്രിയിലേക്ക് പോകില്ലയോ? ജയറാമിലേക്ക് പോകില്ലയോ? പിന്നെ സോണിയാഗാന്ധിയിലേക്കും അടൂർ പ്രകാശിലേക്കും ബെന്നി ബെഹ്നാനിലേക്കൊക്കെ പോകില്ലയോ? അതുപോലെ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് പോകില്ലയോ എന്നൊരു ചോദ്യം വളരെ കൃത്യമാണ്. 8 മണിക്കൂർ നേരം ചെങ്ങന്നൂരിലെ താഴമൻ ഇല്ലത്തിൽ 8 മണിക്കൂർ നേരം പോലീസ് അന്വേഷണം നടത്തി. അതിൽ തട്ടാനെയും കൂടി കൊണ്ടുപോയാണ് അന്വേഷിച്ചത്. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് അവിടെ സ്വർണം ഉണ്ടാകും. അത് ഈ സ്വർണം തന്നെ ആയിരിക്കണമെന്നില്ല, ഇതാകുകയുമാകാം. എന്തായാലും അവിടെ സ്വർണ്ണമുണ്ട്. അത് ഇത്രമാത്രം പിന്നെ സ്വത്ത് സമ്പാദിക്കാൻ കഴിയുന്ന ഒരു പോറ്റിക്ക് വലിയ സ്വത്താണ് സമ്പാദിക്കാൻ കഴിയുന്ന ഓരോ സീസണിലും. 10-15 ക്ഷേത്രങ്ങളിൽ പോകാറുണ്ട്, സീസണിൽ പോകാറ്. അപ്പോൾ ഭക്തജനങ്ങൾ കൊടുക്കുന്നത് വലിയ തുകയാണ്, സ്വർണ്ണമാണ്. അതെല്ലാം അവിടെ ചിലപ്പോൾ സൂക്ഷിച്ചിരിക്കാം. അതിന് ചിലപ്പോൾ നിലവറ തന്നെ കണ്ടേക്കാം. കാരണം അത്ര കിട്ടുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. അതെല്ലാം എടുത്ത് പരിശോധിക്കാനൊക്കെ 8 മണിക്കൂർ ഇന്നലെ പരിശോധിച്ചു. ഒരുപക്ഷെ ഇനിയും പരിശോധന നീണ്ടേക്കാം, ഇനിയും ഇന്ന് തുടർന്നേക്കാം. ഇന്നലെ ഒരു തുടർച്ചയായി 7-8 മണിക്കൂറൊക്കെ അല്ലേ പരിശോധിക്കുകയുള്ളൂ. ഇന്ന് വീണ്ടും തുടരാനും സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇനിയും തുടരാം. പക്ഷേ അപ്പോഴും ഇത് തന്ത്രിയിൽ നിൽക്കുമോ? ഈ തന്ത്രിയിൽ ഉടക്കി അവിടെ കൊണ്ട് നിർത്തുമോ എന്നുള്ളൊരു ചോദ്യം. അത് തൊണ്ടിമുതലുകൾ കിട്ടിയാലും പ്രതികളെയെല്ലാം കിട്ടിയാലും ഇതാരാണ്? വൈക്കേറബിലിറ്റി ലോ എന്ന് പറയുന്ന, അതായത് ചെയ്യിച്ചതാര്, അല്ലെങ്കിൽ ഡയറക്റ്റ് ബന്ധം പോലെ തന്നെ ഇൻഡയറക്റ്റ് ബന്ധം ആർക്കൊക്കെ ഉണ്ട് എന്നുള്ള ലയബിലിറ്റി എന്ന് പറയുന്ന ഒരു നിയമ വ്യവസ്ഥ തന്നെയുണ്ട്. അതായത് ഇതുമായി നേരിട്ട് ബന്ധമില്ലാത്ത ആളുകൾ ആരാണ്? ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഇതൊക്കെ നിയമത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ തന്ത്രിക്കപ്പുറം ഈ കാര്യങ്ങൾ പോകുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. മേൽശാന്തിമാർക്കും കീഴ്ശാന്തിമാർക്കും മറ്റുള്ളവർക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ലാതെ മറ്റാരെങ്കിലും ഇതിനകത്തൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടോ? അതും വലിയ ചോദ്യമാണ്. അതുപോലെ തന്നെ തന്ത്രി മഹസറിൽ ഒപ്പിട്ടതും, അതുപോലെ തന്നെ 2025 കഥയും, അനുജ്ഞ വാങ്ങാത്തതും, അനുജ്ഞ വാങ്ങിയെങ്കിൽ അത് രേഖപ്പെടുത്താത്തതും, അങ്ങനെ വാങ്ങി രേഖപ്പെടുത്തിയെങ്കിൽ അത് തിരിച്ചു വന്നപ്പോൾ അനുജ്ഞയെ
തിരിച്ച് ഇത് കൊണ്ടുവന്നപ്പോൾ അനുജ്ഞ നിവർത്തിക്കാത്തതും, അങ്ങനെ നിവർത്തിച്ചെങ്കിൽ അത് രേഖപ്പെടുത്താത്തതും ഒക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട് നമ്മുടെ മുന്നിൽ. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്തണം. വാജിവാഹനം എന്തിനു വീട്ടിൽ കൊണ്ടുപോയി? ആരുടെ ഉത്തരവ് പ്രകാരം വീട്ടിൽ കൊണ്ടുപോയി? അസിസ്റ്റന്റ് കമ്മീഷണർ റാങ്കിലുള്ള പടിത്തരം വാങ്ങുന്ന എന്ന് പറഞ്ഞാൽ ഒരുതരം ശമ്പളം വാങ്ങുന്ന, ശമ്പളത്തിന് തുല്യമായ പടിത്തരം വാങ്ങുന്ന ഉദ്യോഗസ്ഥനാണ് ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥൻ എന്നുള്ള കൺസിഡറേഷനിൽ കൂടെയാണ് തന്ത്രിയെ വച്ചിരിക്കുന്നത്. അങ്ങനെ വച്ചത് ക്ഷേത്രത്തിനകത്തുള്ള വസ്തുക്കളെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ്. ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. ആ ക്ഷേത്രത്തിലെ വിഗ്രഹം ആരെങ്കിലും എടുത്തുകൊണ്ട് പോയെങ്കിൽ ഇത് ദേവസ്വം ബോർഡിൻ്റെ സ്വത്താണ് എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് പോയെങ്കിൽ തന്ത്രി തീർച്ചയായിട്ടും തടയാതിരിക്കുമോ? അവിടെ ദേവസ്വം ബോർഡ് വരെ ഒരു പരിധിവരെ കേരള സർക്കാരും സുപ്രീം കോടതിയും കേരള സർക്കാരും പിന്നെ പോലീസ് സംവിധാനവും അതുപോലെ തന്നെ ദേവസ്വം ബോർഡും വരെ സ്ത്രീകളെ കയറ്റണം എന്ന് പറഞ്ഞു നിന്നപ്പോൾ തന്ത്രി എതിർത്തല്ലോ. അത് ആചാരപരമായ കാര്യമാണെങ്കിലും എതിർത്തല്ലോ. അപ്പോൾ അങ്ങനെ തന്ത്രിക്ക് ഒരു വിലയുമില്ല. തന്ത്രി ഇങ്ങനെ ഒരു നിഷ്കാമ കർമ്മിയാണ്, ഞാനൊന്നും അറിയാതെ നിൽക്കുന്ന രാമനാരായണ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളാണ്, ബാക്കി ഇവിടെ എന്ത് നടക്കും എന്ന് പറയാൻ പറ്റില്ലല്ലോ. അദ്ദേഹം വിശ്വാസ സമൂഹത്തെങ്കിലും സംഘടിപ്പിക്കേണ്ടായിരുന്നോ? അതൊരു ചോദ്യമുണ്ട് തന്ത്രിക്ക് ഉത്തരം പറയാൻ. തന്ത്രി കുടുംബത്തെ സംബന്ധിച്ചും ഭാഗപത്രം അവിടെ ശബരിമലയിൽ ആരാണ് തന്ത്രിയാകുക എന്നുള്ളതിനെ സംബന്ധിച്ച് കുടുംബത്തിൽ വഴക്ക് നടന്നെന്നും അവിടെ ഭാഗപത്രം വച്ചു എന്ന് കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ ശുശ്രൂഷ നടത്താൻ, ദൈവത്തിൻ്റെ പിതാമഹനാകാൻ, അയ്യപ്പൻ്റെ പിതാമഹനാകാൻ പാകപത്രം വെച്ച ആളുകൾ പോയി എന്ന് പറയുമ്പോൾ അതെല്ലാം വലിയ പാപമാണ്, കൊടിയ ശാപമാണ് പിന്തുടരുന്നത്. നമ്മൾ പറയാറുണ്ട്, ഇന്ത്യൻ ആത്മീയത അനുസരിച്ചും സനാതന ധർമ്മങ്ങളൊക്കെ അനുസരിച്ച് പറയാറുണ്ട് കർമ്മഫലമുണ്ട് എന്ന്. അത് മുൻജന്മത്തിൽ ചെയ്തിട്ടുള്ള നമ്മൾ കൊണ്ടുവരുന്ന വാസനയുടെ രൂപത്തിൽ കൊണ്ടുവരുന്ന കർമ്മഫലങ്ങളുണ്ട്, ഇപ്പോൾ നേടുന്ന കർമ്മഫലങ്ങളുണ്ട്. ഇനി നമ്മൾ നേടുന്ന കർമ്മഫലങ്ങൾ നമ്മളുടെ മക്കളിലൂടെ, ചെറുമക്കളിലൂടെ തലമുറകളിലേക്ക് കൈമാറും എന്നും ആധുനിക ശാസ്ത്രം പറയുന്നു. ആത്മീയത പറയുന്നത് തന്നെയാണ് ആധുനിക ശാസ്ത്രവും പറയുന്നത്. DNA അതുപോലെ തന്നെ ജീനുകളുടെയും കണക്കുകൾ പറയുന്നത് അച്ഛൻ്റെയും അപ്പൂപ്പൻ്റെയും ഒക്കെ ഗുണഗണങ്ങൾ പലതും മക്കളിലേക്കും ചെറുമക്കളിലേക്കും വ്യാപിക്കുമെന്ന് തന്നെയാണല്ലോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പാപഭാരങ്ങൾ എവിടെ കൊണ്ടാണ്? ഏത് ഗംഗയിൽ ഒഴുകിയാലാണ്, ഏത് യമുനയിൽ പോയി കുളിച്ചാലാണ്, മുങ്ങിയാലാണ് ഇതിൻ്റെയൊക്കെ പാപം തീരുക? ഇതിനുത്തരം പറയേണ്ടത് ഇത് തന്ത്രിയാണോ അകത്താകേണ്ടത്, മന്ത്രിയാണോ അകത്താകേണ്ടത്, ആരാണ് ആദ്യം അകത്താകേണ്ടത്, ഇനി ഒരാളെ ചൊല്ലി ഒരാളെ ചാരി മറ്റേയാളെ രക്ഷിക്കുകയാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവിടെ നിൽക്കട്ടെ. അത് ചോദിക്കണം തീർച്ചയായിട്ടും. അതിനപ്പുറം ഇവിടുത്തെ യോഗക്ഷേമയായാലും തന്ത്രി സമാജമായാലും ശബരിമല കർമ്മസമിതി ആയാലും ആചാര സംരക്ഷണ സമിതി ആയാലും ഹൈന്ദവ സംഘടനകളായാലും ആഴത്തിൽ പഠിക്കേണ്ടുന്ന ഒരു പാഠമാണ്, ആഴത്തിൽ വിലയിരുത്തേണ്ട ഒരു ഗ്രഹപാഠമാണ് ശബരിമല അയ്യപ്പൻ ഇതിലൂടെയൊക്കെ പുറത്തു തരുന്നത്. തന്ത്രി എന്നൊക്കെ പറയുന്നത് കേവലം ഒരു നിമിത്തം മാത്രമാണ്, അല്ലെങ്കിൽ മന്ത്രി എന്നൊക്കെ പറയുന്നത്. അയ്യപ്പൻ നമ്മുടെ മുന്നിൽ വയ്ക്കുന്ന നിരവധി ചോദ്യങ്ങളുണ്ട്. ഇങ്ങനെയാണോ നിങ്ങൾ പഠിച്ചിരിക്കുന്ന സനാതന ധർമ്മം? ഇതാണോ നിങ്ങൾ പഠിച്ച ദൈവശാസ്ത്രം, നിങ്ങൾ പഠിച്ച താന്ത്രിക വിദ്യ? ഇതാണോ നിങ്ങൾ പഠിച്ച ദാർശനിക തലം എന്നൊരു ചോദ്യമാണ് ഈ കേസ് നമ്മുടെ മുന്നിൽ ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെയാണ് ഈ വിഷയം നമുക്ക് ഈ കൊണ്ടുപോവുക എന്നുള്ളത് വളരെ ഗുരുതരമായൊരു പ്രശ്നമാണ്. അത്തരം പ്രശ്നങ്ങളിലേക്ക് രാഹുൽ ഈശ്വരനെ പോലെയുള്ളവർ വിരൽ ചൂണ്ടണം. അതിന് പകരമായി കേവലമായ ഒരു തന്ത്രി അറസ്റ്റ് ചെയ്തത് ശരിയോ തെറ്റോ എന്നുള്ളതിൽ കുടുങ്ങി യഥാർത്ഥ വിഷയം പഠിക്കാതിരിക്കരുത്, പറയാതിരിക്കരുത്. ഇവിടെ ഇന്ത്യൻ സനാതന ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലൂന്നിയ ക്ഷേത്ര സങ്കല്പങ്ങളിൽ, ക്ഷേത്രാചാരങ്ങളിൽ, ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പിൽ സംഭവിക്കുന്ന അപജയം എന്താണ്, ആരാണ് പ്രശ്നക്കാർ, അത് ഗൗരവമായി ചോദ്യം ചെയ്തില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദുരിതങ്ങളും ദുരന്തങ്ങളും പാപങ്ങളും ശാപങ്ങളും വന്നുകൊണ്ടേയിരിക്കും.